ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇടി അരച്ചുണ്ടാക്കാം. അതിനായി അരച്ചൊക്കെ പീസാക്കിയിട്ട് കുക്കറിലേക്കിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുക. ഞങ്ങൾ ഇവിടെ കല്ലുപ്പാണ് ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പെടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുക്കർ മൂടി വെച്ച് സ്റ്റൗ ഓണാക്കി 2 വിസിൽ അടിച്ചിട്ട് എടുക്കുക. അങ്ങനെ അത് 2 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കനൊക്കെ ഹാഫ് വേവായിട്ടുണ്ട്. ഇനി ഇത് ഒരു അമ്മിക്കല്ലുകൊണ്ട് നല്ലപോലെ ഇടിച്ചെടുക്കുക. ഇനി നമുക്കിത് നല്ല നുള്ളി അതിൻ്റെ അച്ച് വാരാക്കിയെടുക്കുക. ഇതുപോലെ അങ്ങനെ ഞങ്ങൾ എല്ലാ അച്ചുകളും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാളയും നാട്ടറിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നീ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും സോയ സോസും ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. സോയ സോസ് ഒഴിച്ചിട്ട് വരുന്നില്ലേ, അടിയിൽ കട്ടയായി നിൽക്കുന്നത് കൊണ്ടായിരുന്നു. ഇപ്പോൾ വന്നു. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ മസാലയും വെളുത്തുള്ളിയിലൊക്കെ പിടിച്ചതിൻ്റെ ശേഷം ഇറച്ചി ചേർത്ത് അതിലേക്ക് മുളക് ക്രഷ് ചെയ്തതും മല്ലിച്ചപ്പും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ അത് റെഡിയായി. ഇനി നമുക്ക് അതിലേക്കുണ്ട് പൊറോട്ട റെഡിയാക്കി എടുക്കാം. പൊറോട്ട റെഡിയാക്കാൻ നിങ്ങൾക്കൊക്കെ അറിയില്ലേ? അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കടിച്ച് നല്ലപോലെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പൊറോട്ടയും റെഡിയായി. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇടി അരച്ചിട്ട് ഒന്നിട്ട് തിന്നോക്കണം. നല്ല ടേസ്റ്റ്. അപ്പം ശരി, ടാറ്റാ.